നമസ്തേ, എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നദികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികളെന്ന് പറയുന്നത്. നമ്മൾ ഹിമാലയൻ നദികൾ നമ്മൾ പറഞ്ഞു നദികളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. അപ്പോൾ ഹിമാലയൻ നദികൾ എന്താണെന്ന് നോക്കാം. ഹിമാലയത്തിൻ്റെ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് ജന്മമെടുക്കുന്ന മഹാനദികളെയാണ് നമ്മൾ ഹിമാലയൻ നദികളെന്ന് പറയുന്നത്. നമുക്ക് ഉപദ്വീപീയ നദികളിൽ നിന്ന് തന്നെ പോവാം. ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ മഴയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴ ആശ്രയിച്ചിരിക്കുന്നതിനാൽ വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. അപ്പോൾ പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇതിൻ്റെ കോഡ് ഭാഷകളിലുള്ള നോട്ട്സ് നമ്മുടെ ഷോർട്സ് വീഡിയോയിലുണ്ട്, കാണാൻ മറക്കരുത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം അറബിക്കടലിലാണ്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ കോഡ് ഭാഷയിലുള്ള നോട്ട്സ് ഷോർട്സിലുണ്ട്, കാണാൻ മറക്കരുത്. നമസ്തേ.